പ്രിയ വിദ്യാർത്ഥികളെ, ഒന്നാം വർഷ ഹയർ സെക്കൻഡറി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, ഇന്ന് നാം വളരെ വലിയ ഒരു മഹാമാരിയെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ നമുക്ക് ഈ മാർഗമല്ലാതെ മറ്റൊരു മാർഗവും പഠന പ്രക്രിയയ്ക്ക് വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല മാർക്കോടുകൂടി പാസ്സായി ഇഷ്ട വിഷയം സെലക്ട് ചെയ്തതാണ് നിങ്ങൾ ഈ കോഴ്സിന് വന്നു ചേർന്നിരിക്കുന്നത്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് എന്ന രീതിയിൽ 8, 9, 10 ക്ലാസ്സുകളിൽ ICT എന്ന വിഷയം, ICT നിങ്ങൾക്കറിയാലോ, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, അതായത് വിവരവിനിമയ സാങ്കേതികവിദ്യ, അത് കൃത്യമായിട്ട് പഠിച്ചിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ നല്ല ഒരു മുൻധാരണ ഉണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഈ ഹയർ സെക്കൻഡറിയിലും നാം പഠിക്കാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾ പഴയ പഠിച്ച കാര്യങ്ങളൊന്നുകൂടി ഓർമ്മിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ടിൽ എഴുതാൻ സാധിക്കും, ഇല്ലേ? നിങ്ങളൊരു നോട്ട് ബുക്ക് എടുത്ത് വെച്ചിട്ട് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഇപ്പോൾ ചെറിയ ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഇപ്പോൾ ജിംബ് എന്നൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ. അതേപോലെ വേർഡ് പ്രോസസ്സിംഗ് പാക്കേജ് പഠിച്ചിട്ടുണ്ട്, കാൽക്ക് നല്ലൊരു സ്പ്രെഡ്ഷീറ്റ് പാക്കേജ് പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ 8, 9, 10 ക്ലാസ്സുകളിൽ പഠിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് സ്റ്റഡിയാണ് ഈ ഹയർ സെക്കൻഡറി കാലഘട്ടത്തിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന സബ്ജക്റ്റ് കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്നീ ബാച്ചുകൾക്കാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ 2 കോമ്പിനേഷനുകളിലും ചില കാര്യങ്ങൾ വ്യത്യസ്തതയോടുകൂടി പഠിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ വ്യത്യസ്തത എന്താണെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. അതിന് മുന്നോടിയായിട്ട് ഈ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കേണ്ട സാഹചര്യം എന്താണ്, അതുപോലെ തന്നെ ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്കറിയാം, ഇന്ന് കമ്പ്യൂട്ടർ എന്നുള്ള ഉപകരണം എല്ലാ മേഖലയിലും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ദൈനംദിന ജീവിതത്തിലൊക്കെ ഇത് ഉപയോഗപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഈ മേഖലയിലുള്ള അറിവ് നേടുകയും അതുകൂടാതെ ഈ മേഖലയിലുള്ള എന്തൊക്കെ നൂതന ആശയങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളതെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ കോമ്പിനേഷനിലൊക്കെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നുള്ള സബ്ജക്റ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അവരുടെ ഗണിത പ്രക്രിയകൾ ചെയ്യാനും അതുപോലെ തന്നെ പഠന സംബന്ധമായ കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ നമുക്ക് കമ്പ്യൂട്ടർ എന്നുള്ള ഈ ഉപകരണത്തെ ഉപയോഗിക്കാം. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, നമ്മുടെ കമ്പ്യൂട്ടിംഗ് ഡിവൈസ് എന്ന രീതിയിൽ നമുക്ക് സ്മാർട്ട് ഫോണുകളെയും കണക്കാക്കാം. സ്മാർട്ട് ഫോണുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പോലും അതിൻ്റെ എല്ലാ തരത്തിലുള്ള ഉപയോഗവും നമുക്കറിയാൻ സാധ്യതയില്ലല്ലോ. നമ്മുടെ കയ്യിലുള്ള ഒരു സ്മാർട്ട് ഫോൺ, അതിനകത്തുള്ള പല വിധത്തിലുള്ള ആപ്ലിക്കേഷനുകളൊന്നും മുഴുവനായിട്ടും നമുക്കറിയാൻ സാധ്യതയില്ല. ചില ചെറിയ ചെറിയ ആപ്ലിക്കേഷൻ മാത്രമേ നമ്മൾ ഉപയോഗപ്പെടുത്താറുള്ളൂ. അപ്പോൾ ഒരു ഉപകരണം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ഉപകരണത്തിൻ്റെ എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തുക, അതാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ആ ഉപകരണത്തിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നിലവിൽ
ലഭ്യമായിട്ടുള്ള എല്ലാ തരം സാധ്യതകളെയും ആ ഉപകരണത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. അത് തിരിച്ചറിയുകയും അവയെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതുമാണ് ഈ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ കൊമേഴ്സിൽ ആദ്യത്തെ ഫണ്ടമെൻ്റൽസ് ഓഫ് കമ്പ്യൂട്ടറിൽ തുടങ്ങി അവസാനത്തെ IT അപ്ലിക്കേഷൻസ് വരെയാണ് ഉള്ളത്. ഒന്നാമത്തെ അധ്യായം ഫണ്ടമെൻ്റൽസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്നതാണ്. ഈ ചാപ്റ്റർ കമ്പ്യൂട്ടറിൻ്റെ അടിസ്ഥാന ഘടകങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റ് ടോപ്പിക്കായിട്ടുള്ളത് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ എന്നതാണ്. അപ്പം നമുക്കറിയാം, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ രണ്ട് വാക്കുകളും നമ്മൾ ഒന്നിന് പകരമായിട്ട് ഉപയോഗപ്പെടുത്താറുണ്ട്. പക്ഷേ അത് ശരിയാണോ? നമ്മൾ കമ്പ്യൂട്ടർ മേഖലയിൽ എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നാം ഈ രണ്ട് വാക്കുകളെയും, അതായത് ഡേറ്റയും ഇൻഫർമേഷനെയും തിരിച്ചറിയേണ്ടതുണ്ട്. ഇത് നമുക്ക് ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ അതെന്താണ് ആ വ്യത്യാസം? എങ്ങനെയാണ് അത് തിരിച്ചറിയുന്നത്? നമുക്ക് അത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ഒരു അധ്യാപകൻ വിദ്യാർത്ഥികളുടെ കുറച്ച് ഡീറ്റെയിൽസ് എടുത്ത് ഡയറിയിൽ എഴുതിയതായിട്ട് കാണാം. ആ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല, അല്ലേ? അതിൽ പേരുണ്ട്, കൂടാതെ കുറച്ച് ന്യൂമറിക്കൽ വാല്യൂസ് ഉണ്ട്, നമ്പേഴ്സ് ഉണ്ട്. പക്ഷേ അതെന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നില്ല. പക്ഷേ ഇതേ സംഗതി തന്നെ നമ്മളൊരു ടേബിളാർ ഫോമിലോട്ട് മാറ്റിയാലോ? നിങ്ങൾക്ക് ആ സ്ക്രീനിൽ കാണാം, ടേബിളാർ ഫോമിൽ അത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഓരോ കുട്ടിയുടെയും C മാർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിലുള്ള കിട്ടിയിരിക്കുന്ന മാർക്കുകൾ കൃത്യമായിട്ടത് എഴുതി ചേർത്തിരിക്കുന്നു. അപ്പം നമുക്കത് കൃത്യമായിട്ട് അറിയാൻ സാധിച്ചു. അപ്പോൾ ഈ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയാവുന്ന രൂപത്തിലോട്ട് മാറ്റിയപ്പോഴതെന്തായി? ഇൻഫർമേഷൻ ആയിട്ട് മാറി. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് ഈ കാര്യങ്ങൾ ഒന്നുകൂടി നോക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ SSLC ബുക്ക് നിങ്ങൾക്കൊക്കെ ലഭിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ആ ബുക്കിനകത്ത് നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും എഴുതി വെച്ചതായിട്ട് കാണാം, അല്ലേ? ആ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ഓരോ ലേബലിന് നേരെയും ഓരോ വിവരങ്ങൾ കൃത്യമായിട്ട് എഴുതി ചേർത്തതായിട്ട് കാണാം. അപ്പോൾ നമുക്കതെന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിക്കുന്നു. അപ്പോൾ നിലവിലുള്ള ഡേറ്റയെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷനാക്കി മാറ്റുന്ന ഒരു പ്രക്രിയ അവിടെ നടന്നിട്ടുണ്ട്, അല്ലേ? ഇനി നമുക്ക് ഡേറ്റ, ഇൻഫർമേഷൻ എന്നിവ കുറച്ചുകൂടി വിശദമായിട്ട് പരിശോധിക്കാം. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, കുറേയധികം സിംബോളിക് നൊട്ടേഷൻസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. അപ്പോൾ സ്കാറ്റേർഡായിട്ട് കിടക്കുന്ന, ചിതറിക്കിടക്കുന്ന ഈ സംഖ്യകളും വാക്കുകളും ചിഹ്നങ്ങളുമൊക്കെ കണ്ടിട്ട് നമുക്ക് യാതൊരു വിധത്തിലുള്ള അർത്ഥവും ലഭിക്കുന്നില്ല, അല്ലേ? നമുക്കതിൽ നിന്നൊരു വിവരം നമുക്ക് ശേഖരിക്കാൻ സാധിക്കുന്നില്ല. സ്കാറ്റേർഡായിട്ട് കിടക്കുകയാണ്. പക്ഷേ അതിൽ ചില വാക്കുകൾ നമുക്ക് അറിയാനും കഴിയുന്നുണ്ടല്ലേ? ഇപ്പോൾ അരുൺ എന്ന് എഴുതിയത് നമുക്കറിയാം, കാരണം നമുക്കതിനെപ്പറ്റി ഒരു മുൻധാരണയുണ്ട്. നമ്മളുടെ നാട്ടിലുള്ളൊരു പേരാണ് അരുൺ എന്നുള്ളത്. അപ്പോൾ അതിൽ ആൽഫബറ്റ്സ് ഉണ്ട്, ന്യൂമറിക്കൽ വാല്യൂസ് ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അത് പരസ്പരം കൂട്ടിയോജിപ്പിച്ച് വെച്ചപ്പോൾ ഒരു മീനിങ് ഫുള്ളായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറുന്നു. പക്ഷേ അതിനകത്ത് മറ്റൊരു വാക്ക് കൂടി നിങ്ങൾ ശ്രദ്ധിച്ചു, അതിൽ ഹോച്ച്വിച്ച് എന്നൊരു വാക്ക് നിങ്ങൾക്ക് കാണാം. പക്ഷേ അതെന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ, കാരണം അത് നമ്മളെ അറിവിലുള്ള ഒരു സംഗതിയല്ല. പക്ഷേ അതൊരു ചൈനക്കാരൻ്റെ പേരോ മറ്റു രാജ്യങ്ങളിലൊരു ആളുടെ പേരോ ഒക്കെ ആവാം. പക്ഷെ നമുക്കത് അറിയില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് അറിവുള്ള സംഗതികളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്, പക്ഷേ അറിയാത്തതോ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുമില്ല. ഇതാണ് ഡാറ്റയുടെ പ്രത്യേകത. അതായത് ന്യൂമറിക്കൽ വാല്യൂസ് ആയാലും ആൽഫബറ്റ്സ് ആയാലും ഒക്കെ തന്നെ അത് വസ്തുതകളാണ്. അത് നമുക്ക് ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. അതങ്ങനെയാണ് എന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നതാണ്. പക്ഷേ അതിന് ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച്
ഒരർത്ഥവും നമുക്ക് ലഭിക്കുന്നില്ല. ഞാനൊരു ഉദാഹരണവും കൂടി പറയാം. നിങ്ങളുടെ വീടുകളിലൊക്കെ ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ അല്ലേ? അടുക്കളയിലെ അമ്മമാർ നമുക്ക് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി തരാറുണ്ട്. പക്ഷേ ആ ഉണ്ടാക്കി തരുന്ന ഭക്ഷണ സാധനങ്ങൾ എന്തൊക്കെ ചേർന്നതാണെന്നുള്ളത് നമുക്ക് ചിലപ്പോൾ അറിയണ്ടാവില്ല അല്ലേ? നിങ്ങൾ ആരെങ്കിലും പോയി നോക്കിയിട്ടുണ്ടോ? ഇനി ഒന്ന് പോയി നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പായസം അല്ലെങ്കിൽ ഇഡ്ഡലിക്കൊക്കെ ഉണ്ടാക്കുന്ന ചട്നി, ഇതൊക്കെ സ്വാദിഷ്ടമായി കഴിക്കാറുണ്ട് അല്ലേ? പക്ഷേ അത് ഉണ്ടായത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? അപ്പോൾ അതിലെന്തൊക്കെ ചേർത്തിട്ടുണ്ടാവും? നമ്മൾ ചട്നി അരയ്ക്കുകയാണെങ്കിൽ അതിനകത്ത് മുളക്, ഉപ്പ്, തേങ്ങ ഇങ്ങനെയുള്ള വിവിധങ്ങളായ കണ്ടൻറ്റ് ചേർത്തിട്ടാണ്. അതിന് നമ്മൾ ഇൻഗ്രീഡിയൻസ് എന്ന് പറയും, അല്ലെങ്കിൽ അതിൻ്റെ ചേരുവ വിവിധങ്ങളായ ഐറ്റങ്ങളാണ്. അപ്പോൾ അത് ചേർത്തിട്ട് അതൊരു കൃത്യമായിട്ടുള്ള അനുപാതത്തിൽ ചേർത്തിട്ടാണ് നമുക്ക് എന്തായിട്ട് വരുന്നത്? സ്വാദിഷ്ടമായിട്ടുള്ള ചട്നിയോ ചമ്മന്തിയോ ഒക്കെ ആയിട്ട് മാറുന്നത് അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ ഇത് ഓരോ ഐറ്റവും ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഏതെങ്കിലും ഇത് നമ്മൾ ചമ്മന്തി ആവുമോ? ഇല്ല. അതേപോലെ തന്നെയാണ് ഡേറ്റയുടെയും പ്രത്യേകത. ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള അർത്ഥവും നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ഡേറ്റ ഡിനോട്ട്സ് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് സച്ച് ആസ് നമ്പേഴ്സ്, വേർഡ്സ്, amount, quantity, etc. It can be processed and manipulated. അതായത് ചില രൂപങ്ങളോ ന്യൂമറിക്കൽ വാല്യൂസോ വാക്കുകളോ ചില ക്വാണ്ടിറ്റി ഇത്തരത്തിലുള്ള വിവിധങ്ങളായ ഐറ്റങ്ങളെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? ഡേറ്റ എന്ന് വിളിക്കുന്നു. ഈ ഡേറ്റ എന്ന വാക്ക് ലാറ്റിൻ പദമായ ഡേറ്റം എന്നതിൽ നിന്ന് ഉണ്ടായതാണ്. അതേപോലെ തന്നെ ഡേറ്റ എന്നുള്ള പദം സിംഗുലറായിട്ടും പ്ലൂറലായിട്ടും ഒരേപോലെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലൊരു വാക്ക് ശ്രദ്ധിച്ചറിയാം, റോ ഫാക്ട്സ് എന്നാണ് പറയുന്നത് അല്ലേ? അസംസ്കൃത വസ്തു, പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന വസ്തുക്കളെയാണ് നമ്മളെന്ത് പറയുന്നത്? അസംസ്കൃത വസ്തു എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഐറ്റങ്ങളെ നമ്മളെന്ത് പറയുന്നു? ഡേറ്റ എന്ന് പറയുന്നു. ഇതിൽ ഡേറ്റയെ നമുക്ക് പല വിധത്തിൽ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് എന്താക്കാൻ പറ്റും? ഇൻഫോർമേഷനാക്കിയിട്ട് മാറ്റാൻ സാധിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ഘട്ടത്തിലോട്ട് പോവാം. എന്താണ് ഇൻഫോർമേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുന്ന കാര്യങ്ങളെ ഒറ്റ നോട്ടത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? തിരിച്ചറിയാൻ സാധിക്കില്ല. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം കുറച്ച് ഡേറ്റ അവിടെ ഇവിടെയായിട്ട് ചിതറിക്കിടക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അതിനകത്ത് കുറേ ന്യൂമറിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട്, അതുപോലെ തന്നെ പേരുകളുണ്ട്. പക്ഷേ നമുക്ക് എന്താണെന്നത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നില്ല. പക്ഷേ നമുക്ക് ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കിയാലോ? ടേബിളാർ ഫോമിലുള്ള കണ്ടൻറ്റ് കൂടി ഒന്ന് നോക്കുക. നിങ്ങൾക്ക് സ്ക്രീനിലൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നേരത്തെ ലഭ്യമായ ആ സ്കാറ്റേർഡ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ നമ്മളൊരു ടേബിളാർ ഫോമിലോട്ട് മാറ്റിയപ്പോൾ അത് കൃത്യമായിട്ടുള്ളൊരു മീനിങ് ഫുള്ളായിട്ടുള്ള കാര്യം നമുക്ക് നൽകി കഴിഞ്ഞു അല്ലേ? ഇപ്പോൾ നെയിം, ഏജ്, മാർക്ക് അത് സെപ്പറേറ്റ് ആയിട്ട് ഹെഡിങ്ങോട് കൂടി നമ്മൾ എഴുതിയപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? തിരിച്ചറിയാൻ സാധിച്ചു. ഓരോ ആളുടെയും പേരും വയസ്സും മാർക്കുമാണ് ആ കിടന്നിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഇതാണ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. അതായത് ഡേറ്റയെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഏതെങ്കിലും രീതിയിൽ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? നമുക്ക് ഇൻഫർമേഷനായിട്ട് ലഭിക്കും. അപ്പോൾ എന്താണ് ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ഇൻഫർമേഷൻ ഈസ് എ സെറ്റ് ഓഫ് ഓർഗനൈസ്ഡ്, വാലിഡേറ്റഡ്, കറക്റ്റഡ് ആൻഡ് കളക്റ്റഡ് ഡേറ്റ ദാറ്റ് ആർ മീനിങ് ഫുൾ എന്നാണ് അതിൻ്റെ ഡെഫിനിഷൻ. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്ഡ് ഡേറ്റ ഈസ് കോൾഡ് ഇൻഫർമേഷൻ നമുക്ക് പറയാൻ സാധിക്കും. ചില സന്ദർഭങ്ങളിൽ ഇൻഫർമേഷൻ തന്നെ ഡേറ്റയായി വർത്തിക്കുന്നത് കാണാം. ഉദാഹരണത്തിന് നിങ്ങളുടെ ഗ്രേഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് കിട്ടിയ ആകെ മാർക്ക് ആവശ്യമാണ്. അപ്പോൾ ആകെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഗ്രേഡ് കാൽക്കുലേഷൻ നടത്തുന്നത്. അപ്പോൾ ആദ്യം കിട്ടിയ ടോട്ടൽ മാർക്ക്
ഒരു ഇൻഫർമേഷൻ ആവുകയും ആ ഇൻഫർമേഷനെ നമ്മൾ ഗ്രേഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ നേരത്തെ കിട്ടിയ ഇൻഫർമേഷൻ വീണ്ടും ഡേറ്റയായിട്ട് വർത്തിക്കുന്നതായിട്ട് കാണാം. ഇതിനെയാണ് നമ്മൾ ചില സന്ദർഭങ്ങളിൽ ഡേറ്റ ഇൻഫർമേഷനായിട്ട് മാറുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഡേറ്റയും ഇൻഫർമേഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡേറ്റ റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആണ്, അതായത് അസംസ്കൃത വസ്തുതകളും രൂപങ്ങളും അല്ലെങ്കിൽ കണക്കുകളും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇൻഫർമേഷനോ പ്രോസസ്ഡ് ഡേറ്റയാണ്, അല്ലേ? പ്രോസസ്സ് ചെയ്യപ്പെട്ട ഡേറ്റയാണ് നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഡേറ്റ ഈസ് സിമിലർ ടു റോ മെറ്റീരിയൽ. അസംസ്കൃത വസ്തുവിന് തുല്യമാണെന്ത്? ഡേറ്റ എന്ന് പറയുന്നത്. പക്ഷേ ഇൻഫർമേഷനോ അത് ഫിനിഷ്ഡ് പ്രോഡക്റ്റിന് തുല്യമാണ്, അതായത് നിർമ്മാണം പൂർത്തിയായ ഒരു പ്രോഡക്റ്റിന് തുല്യമാണ്. ഡേറ്റയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാൺ ബി യൂസ്ഡ് ഡയറക്റ്റ്ലി. ഡയറക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല ഡേറ്റയെ. പക്ഷേ ഇൻഫർമേഷൻ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡയറക്റ്റ്ലി യൂസ് ചെയ്യാൻ സാധിക്കും. അത് കൂടാതെ ഇൻഫർമേഷൻ വിൽ ബി ആഡഡ് ടു യുവർ നോളജ്. നോളജിൻ്റെ കൂടെ ചേരുകയാണ് ചെയ്യുക. കാരണം നമുക്ക് ദിവസം തോറും നമുക്ക് ഒരുപാട് അറിവുകൾ ലഭിച്ചുകൊണ്ടിരിക്കുക, അല്ലേ? ഇൻഫർമേഷൻ നമ്മളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ആ ഇൻഫർമേഷൻ്റെ കൂടെ പുതിയ അറിവുകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, വന്നു ചേർന്നുകൊണ്ടേ ഇരിക്കും. കാരണം ദിവസവും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കും. അതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യും, പുതിയ അറിവുകൾ ലഭിച്ചുകൊണ്ടേ ഇരിക്കും. ഡസ് നോട്ട് ഗിവ് എനി പ്രിസൈസ് ആൻഡ് ക്ലിയർ സെൻസ്. അതായത് ഡേറ്റ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന് കൃത്യമായിട്ടുള്ളൊരു മീനിങ് തരാൻ നമുക്ക് പറ്റില്ല. ഓക്കെ. പക്ഷേ ഇൻഫർമേഷനോ അത് ക്ലിയർ ആൻഡ് മീനിങ് ഫുൾ ആയിരിക്കുകയും ചെയ്യും. ഇതാണ് ഈ ഡേറ്റയും ഇൻഫർമേഷനും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ. ഓക്കെ. ഇനി എന്താണ് നോളജ് എന്ന് നോക്കിക്കോളൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച നോളജ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമുക്ക് ലഭ്യമാവുന്ന അറിവുകൾ നമ്മളിലോട്ട് എത്തിച്ചേരുമ്പോൾ എന്തായിട്ട് മാറുന്നു, നോളജായിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പോൾ ദിവസം തോറും നമുക്ക് പുതിയ പുതിയ അറിവുകൾ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും, ലഭിച്ചുകൊണ്ടേ ഇരിക്കും. ഇവിടെ നോളജ് ഈസ് ദ കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ എന്നാണ് പറയുന്നത്, അല്ലേ? പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പേരാണത് ഇൻ്റലിജൻസ്. എന്താണ് ഇൻ്റലിജൻസ്? എബിലിറ്റി ടു ഡ്രോ യൂസ്ഫുൾ ഇൻഫറൻസസ് ഫ്രം ദ അക്വയർഡ് നോളജ് ഈസ് നോൺ ആസ് ഇൻ്റലിജൻസ്. അതായത് നമുക്ക് ലഭ്യമായ അറിവുകളിൽ നിന്ന് നമ്മുടെ ആവശ്യമായിട്ടുള്ള അനുമാനങ്ങൾ എന്ത് ചെയ്യുക, എത്തിക്കുക. അതാണ് ഇൻ്റലിജൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ആപ്റ്റായ സമയത്ത് നമ്മൾ അറിവുകൾ പ്രയോഗിക്കുന്നതാണ് ഇൻ്റലിജൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കുറേ അറിവുകൾ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, അത് കൃത്യമായിട്ടുള്ള സമയത്ത് എന്ത് ചെയ്യണം, നമ്മൾ കൃത്യതയോടെ ഉപയോഗിക്കാൻ സാധിക്കണം. അപ്പോൾ അതാണ് ഇൻ്റലിജൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രത്യേകിച്ച് പറയുന്നൊരു ടേമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നിർമ്മിത ബുദ്ധി എന്നാണ് അതിൻ്റെ മലയാളം. ഇപ്പോൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ 5ാം തലമുറ കമ്പ്യൂട്ടറുകൾക്കാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗപ്പെടുത്തുന്നത്. ഇപ്പോൾ ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൽ കൂടുതലും 4ാം തലമുറ കമ്പ്യൂട്ടർ തന്നെയാണ്. 5ാം തലമുറ കമ്പ്യൂട്ടറുകളുടെ ഗവേഷണങ്ങളൊക്കെ നടന്നുകൊണ്ടേയിരിക്കുന്നു. കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ എന്തായിരിക്കും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിർമ്മിത ബുദ്ധി. അതായത് ഈ പറഞ്ഞിരിക്കുന്ന നോളജ്, ഇൻ്റലിജൻസ് എന്നിവ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മനുഷ്യന് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ സ്വയം തിരിച്ചറിഞ്ഞ് കമ്പ്യൂട്ടറുകൾക്ക് ചെയ്യാനാകുന്ന വിധം കമ്പ്യൂട്ടറുകളെ പ്രവർത്തന സജ്ജമാക്കുന്നതിനാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്വയം ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, അത് മനുഷ്യന് മാത്രമേ സാധിക്കുള്ളൂ. പക്ഷേ അത് കമ്പ്യൂട്ടറിന് സാധിച്ചാലോ? അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെയും ഈ നോളജും ഇൻ്റലിജൻസും എന്ത് ചെയ്യണം, നമ്മൾ സമ്മിശ്രമായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഡേറ്റ പ്രോസസ്സിംഗ് എന്താണെന്ന് നോക്കാം. ഡേറ്റ പ്രോസസ്സിംഗ് റെഫേഴ്സ് ടു ദ ഓപ്പറേഷൻസ് ഓർ ആക്ടിവിറ്റീസ് പെർഫോംഡ് ഓൺ ഡേറ്റ ടു ജനറേറ്റ് ഇൻഫർമേഷൻ. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ
ഡേറ്റയെ ഇൻഫർമേഷനാക്കി മാറ്റുന്ന പ്രക്രിയയാണ് നമ്മൾ ഡേറ്റ പ്രോസസ്സിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡേറ്റയ്ക്ക് മുകളിൽ നമ്മൾ കുറച്ച് ആക്ടിവിറ്റീസ് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഓപ്പറേഷൻസ് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്പോഴെന്തായിട്ട് മാറുന്നു, ഇൻഫർമേഷനായിട്ട് മാറുന്നു. ആ പ്രോസസ്സിനെയാണ് നമ്മളെന്ത് വിളിക്കുന്നത്, ഡേറ്റ പ്രോസസ്സിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ട് ഡേറ്റ പ്രോസസ്സിങ്ങിന്. ഇപ്പോൾ നമുക്കതൊരു ഉദാഹരണത്തിലൂടെ തന്നെ പോവാം. നമുക്ക് ഹയർ സെക്കൻഡറി അഡ്മിഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഓൺലൈനായിട്ടാണല്ലോ അപേക്ഷിച്ചത്. ആ ഓൺലൈൻ അപേക്ഷ നൽകിയത് മുതൽ നിങ്ങളുടെ അഡ്മിഷൻ കഴിയുന്നത് വരെയുള്ള ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് നമുക്കൊന്ന് ഓടിച്ചു പോകാം. അതോടൊപ്പം തന്നെ നമുക്കിതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് എന്ത് ചെയ്യാൻ നമുക്കൊന്ന് വിശദമായിട്ട് മനസ്സിലാക്കാം. ഞാൻ ആ സ്റ്റേജസ് ഒന്ന് ആദ്യമേ പറയാം. സ്ക്രീനിൽ ശ്രദ്ധിക്കുക. capturing the data. The first stage is capturing the data. Second is input of data. Third one is storage of data. Fourth one is processing and manipulating data. Fifth one is output of information, and last one is distribution of information. നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് നോക്കാം പെട്ടെന്ന് തന്നെ. ഫസ്റ്റ് വൺ ഈസ് ക്യാപ്ചറിങ് ഓഫ് ഡേറ്റ. നിങ്ങൾ അപേക്ഷ നൽകുന്ന സമയത്ത് ഇത്തവണ ഓൺലൈനായിട്ടാണ് അപേക്ഷിച്ചത്. നിങ്ങൾ ഓൺലൈൻ അപേക്ഷ നൽകുമ്പോൾ അതിൽ ഫില്ല് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ആദ്യമേ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫോർമാറ്റിലോ എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലേ. അങ്ങനെ എഴുതി ചേർത്ത ഡേറ്റ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, കമ്പ്യൂട്ടറിലോട്ട് ചെയ്തത്. മിക്കവാറും നിങ്ങൾ അക്ഷയ സെൻറ്ററിലൊക്കെ പോയിട്ടായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഇത് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അക്ഷയ സെൻറ്ററിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ ആ ഡേറ്റ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവരത് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് കമ്പ്യൂട്ടറിലോട്ട് എൻട്രി നടത്തുന്നത്. ഈ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ക്യാപ്ചറിങ് ഓഫ് ഡേറ്റ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേജ് ഓഫ് ആക്ടിവിറ്റി. അപ്പം അതിനുള്ള മാർഗം എന്താണ്, അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു പെർഫോമ നമ്മൾ ഉണ്ടാക്കി വെക്കുക. അതിന് പറയുക സോഴ്സ് ഡോക്യുമെൻ്റ് എന്നാണ് അതിന് വിളിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റേജ് എന്താണെന്ന് നോക്കിക്കോളൂ, ഇൻപുട്ട് ദ ഡേറ്റ. അതായത് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, ആ ഡേറ്റ നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് എന്ത് ചെയ്യണം, ഇൻപുട്ട് ചെയ്യണം. ആ കൊടുക്കുന്ന പ്രൊസീജിയറിനെയാണ് എന്ത് പറയുന്നത്, നമ്മൾ ഇൻപുട്ട് ഓഫ് ഡേറ്റ എന്ന് പറയുന്നത്. ഫീഡിങ് ഡേറ്റ ടു ദ കമ്പ്യൂട്ടർ ഫോർ പ്രോസസ്സിംഗ് ഈസ് നോൺ ആസ് ഇൻപുട്ട് പ്രോസസ്സ്. അതിന് സാധാരണഗതിയിൽ നമ്മൾ കീബോർഡിലൂടെയാണല്ലേ ചെയ്യുന്നത്. കീബോർഡാണ് അതിനുള്ള മെയിനായിട്ടുള്ള ഇൻപുട്ട് ഉപാധി അല്ലെങ്കിൽ ഉപകരണം എന്ന് പറയുന്നത് അല്ലേ. അടുത്ത സ്റ്റേജ് എന്താണെന്ന് നോക്കിക്കോളൂ, സ്റ്റോറേജ് ഓഫ് ഡേറ്റ. നമ്മൾ എൻട്രി ചെയ്ത ഡേറ്റ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ടൊരു സ്ഥലത്ത് സ്റ്റോർ ചെയ്യണം. കാരണം ഒരുപാട് ഡേറ്റ ഉണ്ടാവും. കാരണം നിങ്ങളെപ്പോലെ കേരളത്തിലുള്ള എല്ലാ കുട്ടികളും ഈ അപേക്ഷ നൽകിയിട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് ഡേറ്റ അവൈലബിൾ ആവും. ആ ഡേറ്റ എന്ത് ചെയ്യണം, സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് സൂക്ഷിച്ച് വെക്കണം. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്റ്റോറേജ് ഓഫ് ഡേറ്റ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് എന്താണെന്ന് നോക്കിക്കോളൂ, പ്രോസസ്സിംഗ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഡേറ്റ. ഈ ലഭ്യമായ ഡേറ്റ ഏതെങ്കിലും രീതിയിൽ പ്രോസസ്സ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നമുക്ക് അഡ്മിഷൻ ലിസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അതായത് ഓരോ കുട്ടിക്കും എവിടെയാണ് അഡ്മിഷൻ ലഭിക്കുന്നത്, മാർക്കിൻ്റെ അടിസ്ഥാനത്തിലോ ഗ്രേഡിൻ്റെ അടിസ്ഥാനത്തിലോ ക്രമീകരിച്ചിട്ട് ഓരോ കുട്ടിക്കും ഇന്ന സ്ഥലത്ത് അഡ്മിഷൻ ലഭിച്ചു എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതിനുള്ള പ്രക്രിയയാണ് നമ്മളെന്ത് പറയുന്നത്, പ്രോസസ്സിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യപ്പെടുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് അല്ലേ. അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പല ഘട്ടങ്ങളിലായിട്ടാണ് നിങ്ങൾ അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ഘട്ടത്തിലും ഇതിൻ്റെ പ്രോസസ്സിങ് നടന്നിട്ടുണ്ടാവും അല്ലേ. അതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് പ്രോസസ്സിങ്? പ്രോസസ്സിങ് ഈസ് the various operations like calculation, classification, comparison, sorting, filtering, summarizing തുടങ്ങിയ വിവിധങ്ങളായ ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ പ്രോസസ്സിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പല ഘട്ടങ്ങളായിട്ട് കാൽക്കുലേഷൻസ്, ഇതൊക്കെ ആ പ്രോസസ്സിങ്ങിൻ്റെ വിവിധ രീതികളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു രീതി ഉപയോഗിച്ചിട്ട്, ഏതെങ്കിലും ഒന്നോ രണ്ടോ രീതികളൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും എന്ത് സംഭവിച്ചിട്ടുണ്ടാവുക, നിങ്ങളുടെ അഡ്മിഷൻ പ്രൊസീജിയറിന് വേണ്ടിയിട്ട് പ്രോസസ്സിങ് നടത്തിയിട്ടുണ്ടാവുക. നെക്സ്റ്റ് വണ്ണ് ഔട്ട്പുട്ട് ആണ് അല്ലേ. ദ ഇൻഫർമേഷൻ ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ പ്രോസസ്സിങ് ഈസ് കോൾഡ് ഔട്ട്പുട്ട്. ഇപ്പം നമുക്ക് ഈ പ്രോസസ്സിങ്ങിന് ശേഷം നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു
ലിസ്റ്റ് നമുക്ക് എന്ത് ചെയ്യുന്നു കിട്ടുന്നു. അതായത് കുട്ടികളുടെ റാങ്ക് ഓർഡറിനനുസരിച്ചുള്ള ലിസ്റ്റ് എന്ത് ചെയ്തു നമുക്ക് ലഭിച്ചു. ആ ലഭിച്ച ലിസ്റ്റാണ് എന്ത് ഔട്ട്പുട്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തർക്കും എന്ത് വന്നിട്ടുണ്ടാവും, നിങ്ങളുടെ അഡ്മിഷൻ ഡീറ്റെയിൽസിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭ്യമാക്കിയിട്ടുണ്ടാവും. അത്തരം സംഗതികളാണ് നമ്മൾ എന്ത് പറയുക ഔട്ട്പുട്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് എന്താണെന്ന് നോക്കിക്കോളൂ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ. അതായത് ഈ ലഭിച്ച ഔട്ട്പുട്ടിനെ നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. എന്തുകൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യണം, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അലോട്ട്മെൻറ്റ് സ്ലിപ്പ് അതുപയോഗിച്ചാണല്ലോ നിങ്ങൾ അഡ്മിഷൻ നടത്തിയിരിക്കുന്നത്. ആ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് തന്നെ സ്കൂളിൽ പല ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവും. അഡ്മിഷൻ രജിസ്റ്ററിൽ പേര് എഴുതി ചേർക്കാനും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചേർക്കാനും ഒക്കെ അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരേ ഔട്ട്പുട്ട് തന്നെ പല പർപ്പസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം. അതാണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സ്കൂളിൽ വന്നൊരു ലിസ്റ്റ് ഉണ്ടാവും, നിങ്ങളുടെ ലിസ്റ്റൊക്കെ സ്കൂളിലുണ്ടാവും. ആ സ്കൂളിലെ ലിസ്റ്റ് നിങ്ങൾ അഡ്മിഷൻ നടക്കുന്ന സമയത്ത് പല അധ്യാപകരുടെ കയ്യിലും ഉണ്ടായതായി കാണാവുന്നതാണ് അല്ലേ. അപ്പോൾ അവിടെ ഒരേ ഔട്ട്പുട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പലർക്കായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന രീതിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ. ദ ഇൻഫർമേഷൻ ഒബ്റ്റെയിൻഡ് ഇൻ ദ ഔട്ട്പുട്ട് സ്റ്റേജ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ ബെനിഫിഷ്യേഴ്സ്. ഓക്കെ, ഇതാണ് ഡേറ്റ പ്രോസസ്സിങ്ങിൻ്റെ വിവിധങ്ങളായ സ്റ്റേജുകൾ. ഇനി നിങ്ങൾക്കുള്ള ആക്ടിവിറ്റീസാണ്. സ്ക്രീനിലൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് ആക്ടിവിറ്റീസാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആക്ടിവിറ്റീസ് വായിച്ച് നോക്കി കൃത്യമായിട്ട് അത് ചെയ്ത് അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക. ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും കൃത്യമായിട്ട് നോട്ടിൽ എഴുതി തയ്യാറാക്കുക. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.